ഹലോ, ഇന്ന് കുറച്ച് ഒസാക്കയിലെ വിശേഷങ്ങളായാലോ. ഞങ്ങൾ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒസാക്കയിലായിട്ടാണ് പോയത്. ഡിസംബർ 31 ഉച്ചയ്ക്ക് ഞങ്ങൾ ഐച്ചിയിലെ ആൻജോ സിറ്റിയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അറൗണ്ട് 4 to 5 hours ജേർണി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ ഒസാക്കയിൽ എത്തിയപ്പോഴത്തേക്കും ഒരു 5 o'clock ഒക്കെ ആയിരുന്നു. അവിടെ സ്ട്രീറ്റിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴേ ഞാൻ ഈ ഒരു സംഭവം കാണുന്നത്. എന്തുവാ ഇത്, ഒരു സെൽഫ് ഫോട്ടോ സ്റ്റുഡിയോ ആണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇങ്ങനത്തെ ഒരു സ്റ്റുഡിയോയിൽ ചെന്ന് ഫോട്ടോ എടുക്കണമെന്ന്. കുറേ തിരക്കുണ്ടായിരുന്നു. ലൈക്ക് അറൗണ്ട് ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സോറി ടു ഇൻട്രപ്റ്റ്. ഇവരെക്കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലല്ലോ. അപ്പോൾ ആ ചേച്ചീൻ്റെ പേര് സുജേച്ചി, അങ്ങനെ ഡാൻസ് കളിച്ചുകൊണ്ട് നിന്ന ചേട്ടൻ്റെ പേര് ദിലീപ്, അവിടെ വൈറ്റ് ഷർട്ട് ഇട്ടുകൊണ്ട് നിന്ന ചേട്ടൻ്റെ പേര് ജോസ്. ഇവരൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്തുള്ളവർ തന്നെ കേട്ടോ. ആൻഡ് ഇങ്ങനെയാണ് നമുക്ക് ഇവിടെ കുറേ ഹെഡ് ബാൻഡ്സ് ഒക്കെ ഉണ്ട്, നമുക്ക് ഫ്രീ ആയിട്ട് ട്രൈ ചെയ്യാം. ബട്ട് ആരും ട്രൈ ചെയ്തില്ല. ഞാനൊരു ക്രാബിൻ്റെത് എടുത്തു. അകത്ത് ചെന്നപ്പോൾ ഇങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ടായിരുന്നു. ഈ മെഷീനിൽ നമുക്ക് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. എങ്ങനത്തെ ഫ്രെയിം വേണം, അങ്ങനെ കുറേ പോർട്രേറ്റ് വേണോ, ലാൻഡ്സ്കേപ്പ് വേണോ, അങ്ങനെ കുറേ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ കുറേ നോക്കിയിട്ടും ക്യാമറ ഓൺ ആവുന്നില്ലായിരുന്നു. സോ ഫൈനലി വി ആസ്ക്ഡ് ഹെൽപ്പ് ഫ്രം ദ സ്റ്റാഫ് ദേ. അങ്ങനെ അവിടുത്തെ സ്റ്റാഫ് വന്നു, നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നു. സംഭവം നമ്മളവിടെ ഒരു ലോഗിൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ലോഗിൻ പ്രസ് ചെയ്യാതെ മറ്റേതൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് പുള്ളിക്കാരി വന്നു, ലോഗിൻ ഓപ്ഷൻസ് അതൊക്കെ എൻ്റർ ആക്കി. എന്നിട്ട് നമ്മളോട് ഇംഗ്ലീഷ് ലാംഗ്വേജ് സെറ്റ് ചെയ്തിട്ട് ഇനി നമ്മളെ തന്നെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ 8 ഫോട്ടോഗ്രാഫ്സ് ഉള്ള പോർട്രേറ്റ് ഫോട്ടോസ് ചൂസ് ചെയ്തു. 2 കോപ്പീസ് എടുത്തു. 2 കോപ്പീസിന് 700 yen ആയിരുന്നു ചാർജ് ചെയ്തത്. ബട്ട് നമുക്കിവിടെ ഒരു അബദ്ധം പറ്റിയായിരുന്നു. എന്തെന്ന് വെച്ചാൽ നമുക്കിവിടെ കോയിനാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. അതിൽ നമുക്ക് ബാലൻസ് വരത്തില്ല. ഈ മെഷീനിൽ നമുക്ക് ബാലൻസ് വരത്തില്ല. സോ ഞങ്ങളിട്ടത് 500 yensൻ്റെ 2 കോയിൻസ് ആയിരുന്നു. സോ ടോട്ടലി 1000 എന്നായിട്ട്. ബട്ട് ഞങ്ങൾക്ക് ബാക്കി 300 yen കിട്ടിയില്ല. ബിക്കോസ് അവിടെ കറക്റ്റ് ചേഞ്ച് ആയിടേണ്ട. പുറത്ത് നമുക്ക് കറൻസി ചേഞ്ച് ചെയ്യുന്ന മെഷീൻ ഉണ്ടായിരുന്നു, നമ്മളത് ശ്രദ്ധിച്ചുമില്ല. അങ്ങനെ വി ലോസ് 300 yen. ബട്ട് സ്റ്റിൽ ഈ ഒരു ക്യൂട്ട് പോർട്രേറ്റ് കിട്ടി. സോ എൻ്റെ ഒരു ആഗ്രഹം നടന്നു കിട്ടി. ഐ ആം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ആൻഡ് പുറത്തിറങ്ങി കുറച്ച് ബാഗൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബഡ്ഡീൻ്റെ ബാഗ് യൂസ് ചെയ്യുന്നു. ഇറ്റ്സ് നോട്ട് ദാറ്റ് കംഫർട്ടബിൾ. സോ വി വോണ്ടഡ് ടു ബൈ എ ബാഗ് ഫോർ മീ. എൻ്റെ മറ്റേ കാർഡ്സും ചെറിയ കാർഡ്സും ഫോണൊക്കെ വെക്കാനായിട്ട്. സോ ഐ ചൂസ്, ഞാൻ മുമ്പ് എടുത്തില്ലേ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ് ഉള്ള, ഞാൻ ആ ബാഗാണ് ചൂസ് ചെയ്തത്. എന്നിട്ട് അത് ബില്ല് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് ഞങ്ങൾ കയറിയത് ലൂന എർത്ത് എന്ന് പറയുന്നത് ഈ കടയിലാണ്. ദിസ് വാസ് ആൻ ആക്സസറി ഷോപ്പ്. ലിറ്ററലി എവറിത്തിങ് വാസ് സോ ക്യൂട്ട്. മീൻസ് വെരി ക്യൂട്ട്. ആൻഡ് എന്തൊക്കെയാണ് അവിടെ നിറയെ ഹെഡ് ബാൻഡ്സ്, ഹെയർ ആക്സസറീസ്, ഹെയർ പിൻസ്, ഇയറിങ്സ്, സ്റ്റഡ്സ്, റിങ്സ്, ബ്രേസ്ലെറ്റ്സ്, ചെയിൻസ് എല്ലാം ഉണ്ടായിരുന്നു. ലൈക്ക് ഈ മിനിമൽ ജ്വല്ലറീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാകും. കാരണം എല്ലാം ലൈക്ക് ക്യൂട്ട് ആൻഡ് എലഗൻറ്റ് ഡിസൈൻസ് ആയിരുന്നു. നിറയെ മിനിമലിസ്റ്റ് ജ്വല്ലറീസ് ഉണ്ടായിരുന്നു. ആൻഡ് ചെയിൻസ് ആൻഡ് എവറിത്തിങ് ലിറ്ററലി സോ ക്യൂട്ട്. ആൻഡ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് 300 yens ആയിരുന്നു എല്ലാത്തിനെയും സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇറ്റ് ഗോസ് അപ് ടു 500 yen to 1000 yen വരെ. അത്രയും ഞാൻ കണ്ടുള്ളൂ. ഹയസ്റ്റ് പ്രൈസ് വാസ് 1000 yen which I saw. And but literally everything was so cute. I wanted to buy so many but ഞാനൊന്നും എടുത്തില്ല. എനിക്ക് പക്ഷേ സുജേച്ചി 2 ഇയറിങ്സ് മേടിച്ച് തന്നു. that I will show you. ആൻഡ് ഇവിടെ ഞാൻ വേറൊരു സംഭവം കണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് ചെയിൻ, അതായത് ഇങ്ങനെ ത്രെഡിൽ വരുന്ന ചെയിനായിരുന്നു. നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ ഓർമ്മ, എനിക്ക് അത് കണ്ടിട്ട് സച്ചിനിലെ ജെനിയിൽ ഇട്ടിരുന്ന ചെയിനാണ് ഓർമ്മ വന്ന്. ബട്ട് ഷീ വിൽ ബി വെയറിങ് എ സ്റ്റാർ പെൻഡൻറ്റ്. ബട്ട് ഹിയർ ഓൾ ദോസ് വെയർ ലൈക്ക് ഹാർട്ട് പെൻഡൻറ്റ്സ്. ആൻഡ് സ്റ്റാറും ഉണ്ടായിരുന്നു. ബട്ട് ഹർ സ്റ്റാർ വാസ് ലിറ്റിൽ മോർ ബിഗർ. ദീസ് ആർ സ്മോൾ സ്റ്റാർസ്. But it's really good. I really wanted to buy this one. But maybe next time we'll get this one. എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, മാനസ എന്ന് പറഞ്ഞിട്ട്. അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ ചെയിൻസ്. ഞാൻ മേ ബി നെക്സ്റ്റ് ടൈം ഇവിടെ പോകുമ്പോഴത്തേക്കും ഒന്ന് മേടിക്കണം. നാട്ടിൽ പോകുമ്പോൾ അവൾക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സുജേച്ചി എനിക്ക് ഇയറിങ്സ് മേടിച്ചു തന്നു. ഒന്നിതാണ് റിംഗ് ടൈപ്പ്. ഞാൻ സുജേച്ചിയോട് പറഞ്ഞു ഞാൻ അധികം റിങ്സ് ഒന്നും ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഷീ ആസ്ക്ഡ് മീ ടു സെലക്ട് വൺ ഫോർ മൈസെൽഫ്. സോ ഞാൻ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കുറേ നോക്കി. ഞാൻ ഓൾറെഡി നോക്കി വച്ചിട്ടുണ്ടായിരുന്നു ടു ബി ഫ്രാങ്ക്. ആൻഡ് അതൊന്ന് എനിക്കിഷ്ടപ്പെട്ട ഒന്ന് ഞാൻ എടുത്തായിരുന്നു.
അതായത് ഒരു ഫ്ലവർ പോലത്തെ സ്റ്റഡിൽ ഒരു ചെറിയ ഹാങ് വരുന്നു ലൈക്ക് സ്നോ ഫ്ലേക്ക് പോലെ. ഇറ്റ്സ് സോ ക്യൂട്ട്. അതും നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ഞങ്ങളത് ബില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ആൻഡ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഒത്തിരി സോവനിയർ ഷോപ്സ് ഉണ്ടായിരുന്നു. ആൻഡ് നമുക്ക് അത്ര ചീപ്പാന്ന് പറയാൻ പറ്റത്തില്ല, ബട്ട് ടൂറിസ്റ്റുകളെ അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിൽ അവരെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. മെനി സോവനിയേഴ്സ് ഫ്രം ഒസാക്ക സിറ്റീൻ്റെ കുറേ സോവനിയേഴ്സ് ഉണ്ടായിരുന്നു. ആൻഡ് അബൌട്ട് ഓഷ്യൻ, അവനൊരു നല്ല കുട്ടിയായിരുന്നു. അൺടിൽ 12 o'clock ഹി വാസ് ഗുഡ്. ലൈക്ക് ഈ ഒരു ചെയറിൽ അവൻ ഒത്തിരി നേരം കിടന്നു, ഉറങ്ങി, എണീറ്റു. ആൻഡ് ഹി ഡിഡ്ന്റ് ഈവൻ ക്രൈ ഫോർ മിൽക്ക്. ഐ ഡോണ്ട് നോ, മേ ബി ഞങ്ങൾ അവനെ കൊണ്ടിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും. ഹി വാസ് ക്വൈറ്റ് എ ഗുഡ് ബോയ് ദാറ്റ് ഡേ അൺടിൽ 12, ബിക്കോസ് ആഫ്റ്റർ ദാറ്റ് ഹി മെയ്ഡ് സം ഫസ് ആൻഡ് ഹി വാസ് ക്രൈയിങ് എ ലോട്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴത് ഈ സിനമൺ റോളിൻ്റെ കഫേ കാണുന്നത്. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട്, കുറേ പേര് ഈ കഫേക്ക് വിസിറ്റ് ചെയ്യുന്നത്. മേ ബി ദാറ്റ്സ് ഓൾസോ നെക്സ്റ്റ് ടൈം. വേറെ എന്താ, കുറേ ഷോപ്സ് ഉണ്ടായിരുന്നു, കുറേ റെസ്റ്റോറൻറ്റ്സ്, കുറേ ഷോപ്സ്. ബട്ട് ലിറ്ററലി എല്ലാം അവർ ടൂറിസ്റ്റിനെ അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിലാണ് വെച്ചിട്ടുള്ളത്. ബേസിക്കലി ജപ്പാനിലുള്ള എല്ലാം ഭയങ്കര ക്യൂട്ടാണ്, ബട്ട് they have made it little more cuter for their audience, for their target audience, like tourist. They have made it little more cute. ഓക്കെ, ഞങ്ങൾ ക്രോസ് ചെയ്ത് നെക്സ്റ്റ് അടുത്തൊരു സ്ട്രീറ്റിനകത്ത് കയറാൻ പോവുകയാണ്. ലുക്ക് അറ്റ് ദ ക്രൗഡ്. ഇതൊന്നും അല്ല ക്രൗഡ്, ലിറ്ററലി 12 o'clock എവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്നെന്ന് അറിയത്തില്ല, അത്രയ്ക്കും ക്രൗഡ് ഉണ്ടായിരുന്നു. ആൻഡ് മൈ ബാറ്ററി, എന്താ പറയുക, എൻ്റെ ഫോണിൻ്റെ ബാറ്ററി ഡെഡായി. സോ ആ ഒരു ഷോട്ട്സ് ഒന്നും കിട്ടിയില്ല. ബട്ട് എന്നാലും ഇതിൻ്റെ ഒരു 10 to 15 times, ഓക്കെ, ഒരു 20 times ഇട്ടേക്കാം, അത്രയും ക്രൗഡ് ഉണ്ടായിരുന്നു ഒസാക്കയിൽ മെയിൻ സ്ട്രീറ്റിൽ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് ഞങ്ങൾ ഈ സ്ട്രീറ്റിൽ വന്നു, ഈ കാണുന്ന കടയിലും കയറി. അങ്ങനെ കുറേ കടയിൽ കയറി ഇറങ്ങി ഞങ്ങൾ അങ്ങനെ നടന്നു. ജോസേട്ടന് തണുക്കുന്നതുകൊണ്ടാണോന്ന് അറിയത്തില്ല, കാണുന്ന എല്ലാ കടയിലും കയറുന്നുണ്ടായിരുന്നു. തൊപ്പി മേടിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു എല്ലാ കടയിലും കയറുന്നത്, ബട്ട് തൊപ്പി മേടിക്കത്തുമില്ലായിരുന്നു. ബട്ട് ഹി വാണ്ടഡ് ടു ബൈ എ ഹാറ്റ്. പിന്നെ കുറേ നോക്കി, കുറേ കടയിലും കയറി ഇറങ്ങി. ബട്ട് എവറിത്തിങ് വർ സോ കോസ്റ്റ്ലി. ചില കടകളിലൊക്കെ ഒരു ക്യാപ്പിന് തന്നെ ലൈക്ക് അറൗണ്ട് 5,000 to 10,000 എന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞങ്ങൾ വെറുതെ നോക്കിയിട്ട് അങ്ങനെ ഇറങ്ങുമായിരുന്നു. ഈ കടയിൽ നിന്നും അങ്ങനെ ഒന്നും മേടിച്ചില്ല, അങ്ങനെ ഇറങ്ങി. ഇത് കുറേ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ആണ്, നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി കുറേ സ്ട്രീറ്റ്സ്, അതെന്താ പറയുക, എല്ലാം ഒരേപോലെ ആയിരിക്കും. കുറേ നടന്നിട്ടും ഇറ്റ്സ് ലൈക്ക് വി ആർ ഇൻ എ ലൂപ്പ്. വീണ്ടും കണ്ടത് തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് ഒസാക്കയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും സ്റ്റാർട്ടിങ് ഒരു ബോട്ട് റൈഡൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ആ ബോട്ട് റൈഡ് പോകാമെന്ന് വിചാരിച്ചു. ജോസേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറേ ചേട്ടന്മാരും ഇവിടെ ഇങ്ങോട്ട് ഒസാക്കയിലോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. സോ അവർ എത്തി, അവർ കോൾ ചെയ്തു, അവരെത്തിയെന്ന് പറഞ്ഞു. സോ അവരെ മീറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ബോട്ട് റൈഡ് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓഷ്യൻ ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. ആൻഡ് ഹി വാണ്ടഡ് എ ബ്രേക്ക്. സോ ഞങ്ങൾ വേറൊരു ബിഗ് ക്യാമറ എന്ന് പറയുന്ന ഒരു കടയിലും കൂടെ കയറിയായിരുന്നു. ആ കടയിൽ കയറി അവന് ഫീഡ് ചെയ്തു, ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ കുറേ നേരം ഈ സ്ട്രീറ്റിൽ തന്നെ നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് അവസാനം നമ്മൾ ബോട്ട് റൈഡ് ട്രൈ ചെയ്യാൻ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് അലോട്ട് ചെയ്ത ടൈം 9:10 ആയിരുന്നു. സോ അറൗണ്ട് 9 o'clock ഞങ്ങളിവിടെ വന്നു. വി വർ വെയിറ്റിംഗ് ഇൻ ക്യൂ. ആൻഡ് അവർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ലൈൻ ബൈ ലൈൻ അകത്തൊക്കെ കയറ്റിയായിരുന്നു. പെർ ഹെഡ് 1,500 yen ആയിരുന്നു. നാട്ടിൽ അറൗണ്ട് 770 yen ഒക്കെ ആവും, 770 rupees ആവും. ആൻഡ് ഒരു 30 minutes റൈഡാണ് അറൗണ്ട് ദിസ് കനാൽ. അത് സിറ്റിക്കകത്തൂടെ തന്നെയാണ്. നല്ല രസമുണ്ടായിരുന്നു. നൈറ്റ് റൈഡ് ആയതുകൊണ്ട് ലൈറ്റ്സും ആൻഡ് ഇയർ എൻഡ് ആയതുകൊണ്ട് സോ മെനി പീപ്പിൾ വേവിങ് അറ്റ് അസ്. ആൻഡ് റൈഡൊക്കെ അവർ എൻ്റർടൈൻഡ് ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ദേ വർ ലിറ്ററലി സിംഗിങ് സോങ്സ് ആൻഡ് ടെലിങ് സോ മെനി തിങ്സ് ഇൻ ജാപ്പനീസ്. ബട്ട് എനിക്കത്ര ജാപ്പനീസ് അറിയാത്തതുകൊണ്ട് ഫുള്ള് മനസ്സിലായിട്ടില്ല. ആൻഡ് ഓഷ്യനാണെങ്കിൽ നല്ല തണുപ്പുണ്ടായിരുന്നു. സോ ഹി വാസ് ലിറ്ററലി ഷിവറിങ് ആൻഡ് ക്രൈയിങ് എ ലോട്ട്. ആൻഡ് ദിസ് വീഡിയോ വാസ് റെക്കോർഡഡ് ബൈ സംബഡി എൽസ്. വി ജസ്റ്റ് യൂസ്ഡ് ഇറ്റ്. അവർ ബബിൾസൊക്കെ വിടുന്നുണ്ടായിരുന്നു. ആൻഡ് ദിസ് ഇസ് ഹൗ വി എൻഡഡ് അവർ
2024. Bye. See you in another video.